ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് ടു വി ഹാവ് ഡിസൈൻസ്. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോണത് ബഡ്ജറ്റ് റേറ്റിലുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ വേറെ ഇരിക്കുന്ന ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്, വേറെ രണ്ട് ഷെയ്ഡും വരുന്നുണ്ട്. ഫസ്റ്റ് വൺ വന്നിട്ട് ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ്. ആൻഡ് സെക്കൻഡ് വൺ വന്നിട്ട് നല്ലൊരു മജന്ത ഷെയ്ഡാണ് വരുന്നത്, റാണി പിങ്ക് ഷെയ്ഡാണ്. ആൻഡ് തേർഡ് വൺ വന്നിട്ട് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. മൂന്ന് ഡിഫറെൻറ്റ് കളറിലാണ് വരുന്നത്, അതും അഫോർഡബിൾ പ്രൈസിലാണ് വരുന്നത്. നമുക്ക് കളക്ഷൻ കണ്ടിട്ട് വന്നാലോ. ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് തന്നെയാണ്. ഇതിന്റെ ഫാബ്രിക് വന്നിട്ട് ജോർജറ്റ് ആണ് വരുന്നത് കേട്ടോ. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് കേട്ടോ. ഇതിന്റെ ഈ യോക്ക് ഏരിയയിൽ ഫുള്ളായിട്ടും ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഗ്യാദേഴ്സ് കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു നിറയെ ഫ്ലീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു ഫ്രോക്ക് മോഡലാണ് വരുന്നത് കേട്ടോ. ഞാൻ അതിന്റെ ക്ലോസ് വ്യൂ കാണിക്കാം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിന്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇത് കണ്ടോ, നല്ലൊരു ഭംഗിയാണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റിയ ഒരു ബഡ്ജറ്റ് റേറ്റിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ പ്രൈസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയില്ലേ. ഫസ്റ്റ് വൺ വന്നിട്ട് നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. സെക്കൻഡ് വൺ വന്നിട്ട് നല്ല ഒരു മജന്ത ഷെയ്ഡാണ്, റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്കി പെക്യുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ്, ആ ഷെയ്ഡിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇതിന്റെയും ഫ്രണ്ട് പോർഷനിൽ വന്നിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ആൻഡ് തേർഡ് വൺ വന്നിട്ട് എല്ലാവരും ഒരുപാട് എൻക്വയറി ചെയ്യുന്നുണ്ട്. നമുക്ക് ഹൽദിക്കൊക്കെ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ. നല്ല ഒരു യെല്ലോ ആണ്. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇത് വന്നിട്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പം നേരത്തെ കണ്ടതിൽ നിന്നും ഇത് ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. അത് ഞാൻ ഡീറ്റെയിലേക്ക് വരാം. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ. ബാക്ക് ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടതിന്റെ യോക്ക് നെക്ക് ഏരിയ വന്നിട്ട് റൗണ്ട് നെക്കാണ് വരുന്നത്. ഇത് വന്നിട്ട് വി കട്ടിംഗ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൽ വന്നിട്ട് എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. ഇതിൽ വന്നിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ബീഡ്സ് വർക്കാണ് വരുന്നത് കേട്ടോ. വൈറ്റ് കളറും യെല്ലോ കളറും ബീഡ്സ് വർക്കാണ് വരുന്നത്. എലൈനിൽ തന്നെയാണ് വരുന്നത്. ലെങ്ത് 47 തന്നെയാണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഇതിന്റെ സ്ലീവ്സിന് വന്നിട്ട് ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. അത് ഞാൻ വേറെ ഇത് കാണിക്കാം. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ വേറെ ഇത് കാണിക്കാം, എങ്കിലേ നിങ്ങൾക്ക് അത് ക്ലിയർ ആവത്തുള്ളൂ. ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഈ ഒരു പോർഷൻ വന്നിട്ട് ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു ഗാദേഴ്സ് കൊടുത്തിട്ട് ഒരു പഫ് പോലെയാണ് വരുന്നത്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ലെങ്ത് ആയിട്ട് ഈ 3/4 ആയിട്ട് വെയർ ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ വെയർ ചെയ്യാം. ഇല്ല അത്രയും ലെങ്ത് വേണ്ട, കുറച്ച് മേളിലേക്ക് കയറ്റി വെക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും കയറ്റി വെക്കാം. കാരണം ഇതിൽ വന്നിട്ട് ഇങ്ങനെ ഈ ഒരു എലാസ്റ്റിക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഹൽദിക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയാണ്. ഈ ഒരു വീഡിയോ കാണുന്ന സെയിം യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. ലാസ്റ്റ് നമ്മൾ കണ്ട യെല്ലോ ഷെയ്ഡിൽ വന്നിട്ട് ചെറിയ ഡിഫറൻസ് സ്ലീവ്സിൽ വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ അത് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ ഈ ഒരു സ്ലീവ് വരുന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, നേരത്തെ കണ്ടതിൽ നിന്നെല്ലാം ഡിഫറെന്റ് ആയിട്ട് നമ്മൾ നോർമലി കാണുന്ന സ്ലീവ്സിൽ നിന്ന് ഒരു ഡിഫറെന്റ് ഉണ്ട്. അതായത് വന്നിട്ട് ഇത് വന്നിട്ട് ഇങ്ങനെ എലാസ്റ്റിക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇത്രയും ലെങ്തിൽ ഇടണമെന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ വെയർ ചെയ്യാം. ഇല്ലെങ്കിൽ കുറച്ച് ഒരു നമ്മുടെ ഈ എൽബോർഡ് അവിടെ വരെ മതിയെങ്കിൽ അങ്ങനെ വെയർ ചെയ്യാം. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു പഫ് ഇത് വരുന്നുണ്ടെന്ന്, ചെറുതായിട്ടേ ഉള്ളൂ. നമ്മൾ ഈ എലാസ്റ്റിക് വരുന്നത് കൊണ്ട് അതിങ്ങനെ ഒരു പഫ് ഇതായിട്ട് ഇങ്ങനെ കിടന്നോളും. അഥവാ ഇത്രയും സ്ലീവ്സ് വേണ്ട എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ മേളിലേക്ക് ഇങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്യാം കേട്ടോ. 3 ടൈപ്പിൽ ഇത് വെയർ ചെയ്യാം. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏത് സ്ലീവ് ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് വെയർ ചെയ്യാം കേട്ടോ. അത്രയും ഒരു വെറൈറ്റിയാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ ലെങ്ത് വന്നിട്ട് ഞാൻ 47 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി ഇത് 47 അല്ല, 47 എബോവ് വരുന്നുണ്ട്. ഒരു 48 ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ഫ്രോക്ക് മോഡലിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു എലഗൻ്റ് ആണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഹൽദിക്കൊക്കെ ഒരുപാട് കസ്റ്റമർ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒന്നും നമ്പറുകൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. അവർ എൻക്വയറി ചെയ്ത് പോകും. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം ഓർഡർ തന്നുള്ളൂ. ലിമിറ്റഡ് സ്റ്റോക്കാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സൈസ് വന്നിട്ട് M to XXL ആണ് വരുന്നത്. പ്രൈസ് വന്നിട്ട് 699 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. 699 ഒക്കെ ഇതൊരു നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റിയ. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് മഴക്കാലം വരെയാണ്. അപ്പോൾ മഴക്കാല ടൈമിലൊക്കെ വന്നിട്ട് നമുക്ക് ഓഫീസിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോഴോ ഒന്ന് വെയർ ചെയ്യാൻ പറ്റിയിട്ട് നമുക്കിപ്പോൾ വാങ്ങി വെക്കാം. 699 ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ആ ടൈമിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടത്തുണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു അഫോർഡബിൾ പ്രൈസിന് കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾ അതൊക്കെ വാങ്ങി വയ്ക്കുക. ഓക്കെ. അപ്പം നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത് വന്നിട്ട് വാട്സപ്പ് ത്രൂ ആണ്. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടാവും. 8891479506.
എൻ്റെ കസ്റ്റമർ കെയർ നമ്പർ 9645479506. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മെസ്സേജും കമൻസും ഒക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും ഇനിയും നിങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുക. കാരണം നമ്മുടെ ഗിവ് അവേ നടക്കുന്നുണ്ടല്ലോ. കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് നമ്മൾ സെക്കൻഡ് സാറ്റർഡേ വന്നിട്ട് വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേട്ടോ. നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് മാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കല്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇന്ന് കാണിച്ച എല്ലാ കളക്ഷൻസും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും, ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു എലഗൻ കളക്ഷനുമായിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഗൗരി ഹർഷ.